അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു പോലീസ് ഓഫീസറുടെ കഥ, അതാണ് ഈ സിനിമ. വേണമെങ്കിൽ ഇതിൽ കുറച്ച് പ്രേതങ്ങളെയും ദൈവങ്ങളൊക്കെ ഇടാം ഒരു വെറൈറ്റിക്ക്. അത് മാത്രമല്ല, വേണമെങ്കിൽ നായകൻ ഒരു അവതാരമാക്കാം. അങ്ങനെ നമുക്ക് കിട്ടി ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സൂപ്പർ നാച്ചുറൽ പോലീസ് പടം ഭീമ. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് രണ്ട് സഹോദരന്മാരെന്തോ മിഠായി കേസിനൊക്കെ അടിയാക്കുന്ന തൊട്ടാണ്. ഇതിലെ മൂത്ത സഹോദരനാണെങ്കിൽ വീട്ടുകാർക്ക് പോലും ഇഷ്ടമല്ല, കാരണം അവന് കുറച്ച് കുസൃതിയൊക്കെ കൂടുതലാണ്. ഈ ഭീമയെ എനിക്ക് തരുമോ? ഞാൻ വളർത്തിക്കോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്തോളൂ. ഇന്ന് തന്നെ ഞാൻ അവനെ പിണ്ടം വെക്കുക. പിന്നെ സഹോദരങ്ങൾ അങ്ങനെ വേർപിരിയും. എന്നിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഭീമ പോലീസ് പോകും, മറ്റവൻ അമ്പലത്തിലെ പൂജാരിയാവും. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗുണ്ടകളൊക്കെ അടക്കി വാഴുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അങ്ങനെ ഗ്രാമത്തിലെ പൂജാരികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ശിവന്റെ അവതാരം വന്ന് ഗ്രാമത്തെ രക്ഷിക്കാൻ പോകണം എന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ നായകൻ പോലീസ് ഭീമയുടെ ഇൻട്രോ. ആക്കിയിട്ടോണ്ട് രാവിലെ തെണ്ടായിറങ്ങിയിരിക്കുന്ന തോന്നുന്നേ. എടാ ചക്കരെ, ചില്ലർ എന്തെങ്കിലും കൊടുത്തു വിടറാ. അമ്പലം നടയിൽ വെച്ച് നോക്കിട്ടിയല്ലോ നമുക്ക്. അതിലിത്ര ഞെട്ടാനെന്തിരിക്കുന്നത് കാക്കിയുടെ കൂടെ ഹാൻഡ് കപ്സ് വിട്ടു വരുന്ന പിന്നെ പോലീസ് അല്ലാതെ ഫയർഫോഴ്സ് ആണ്. പിന്നെ എന്തായാലും നമ്മുടെ ഭീമന്റെ ഒരു ഫൈറ്റ് ആണ്. ഈ ഡയലോഗൊക്കെ എങ്ങനെ എഴുതാൻ തോന്നണേ. പക്ഷെ അടുത്ത സീന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റേ ഡയലോഗൊക്കെ കിടുവായിരുന്നടാ. കൂട്ടത്തിലുണ്ട്, കണ്ടുപിടി. പിന്നെ കുറച്ച് നേരം ഇയാളുടെ ക്യൂട്ട്നെസ് കാണിക്കും. ഇതൊരു സിബ് പോലും തുറന്നിട്ടില്ല. എന്റെ ബാഗിന്റെ പറഞ്ഞു. നിങ്ങൾ വേറെ എന്താ വിചാരിച്ചല്ലേ? കുറുമ്പൻ. ഇവന് കൂടി എന്തോ രോഗം തന്നെ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെയാണോ നടക്കുന്നത്? അതിനുശേഷം പുള്ളി പിന്നെയും കുറച്ചു നേരം ക്യൂട്ട്നെസ് ഉണ്ടാക്കും. കൊട്ട് അതാകുമ്പോ കുറച്ചു നേരത്തേക്ക് ഇവൻ വായടിച്ചു വെക്കുമല്ലോ. ഈ ഡാൻസ് അല്ലേ കാണു പിന്നെ ഇവന്റെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഭയങ്കര നന്മയുടെ ഒക്കെ ഒരാളാണ്. ഒരു ദിവസം ഒരു ചെറുക്കൻ സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ചായ വിറ്റ് ബാലവേല ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് പോലീസായി ഇങ്ങേര് കാണും. അപ്പൊ തന്നെ ഇങ്ങേര് ചെറുക്കനെ കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ നിറച്ചിട്ട് പോയി ബാക്കിയുള്ള ചായ വിറ്റോളാൻ പറയും. കൈൻഡ്നെസ് ആണെന്ന് ഒന്ന് ഉദ്ദേശിച്ചേ. തുറന്നു നോക്കട്ടെ, ചായ വെക്കാനുള്ള പുതിയ ഗ്ലാസ് വല്ലതായിരിക്കും. അത് കഴിഞ്ഞുള്ള സീൻ്റെ ഹീറോയിന്റെ ഇൻട്രോ ആണ്. അപ്പോഴാണ് ഈ നാറിയുടെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആദ്യം എനിക്കൊരു ബോഡി ഗാർഡിനെ വേണം. നിങ്ങളുടെ ബോഡിക്ക് ഗാർഡ് വേണോ? റോജസ് ബിക്കേം നെയ്യാറ്റിൻകര ഗോപൻ. ഇങ്ങേരി ശിവന്റെ എന്താന്ന് പറഞ്ഞേ? ഇത് അവതാരമല്ലേ, ഇത് തനി അപരാധം. പക്ഷെ ഈ അപരാധം വൈസിറ്റിയിലെ ഫാനി മാഗ്നറ്റ് കോൾ അടിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഇവനെ കണ്ട ഈ സിനിമയിലെ പെണ്ണുങ്ങളൊക്കെ എന്നെ അറസ്റ്റ് ചെയ്താൽ പോലും എനിക്ക് വിഷമമില്ല. പക്ഷെ ഇവൻ വാ തുറന്ന ഫാനി മാഗ്നറ്റ് ഒക്കെ ഡീആക്ടിവേറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. അത് രണ്ടും അങ്ങനെ ടാലി ആയി അങ്ങ് പോകും. അങ്ങനെ എന്നിട്ട് ഒരു പാട്ട് സീനൊക്കെ കഴിയുമ്പോഴേക്കും നായകനും നായികയും തമ്മിൽ ഇഷ്ടത്തിലാവും. ഒരാൾ മുഖത്ത് നോക്കി ഐ ലവ് യു പറയുമ്പോൾ കൊടുക്കാൻ പറ്റിയ റിപ്ലൈ അയ്യോ. എന്തായാലും നല്ല അസല് റൊമാൻറ്റിക് സീൻസ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇനി കുറച്ച് ആക്ഷൻ ആവാം. അങ്ങനെ നായകനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറെ ഗുണ്ടകളെ മെയിൻ വില്ലൻ കടലിൽ നിന്ന് ഇറക്കും. അങ്ങനെ കടലിൽ നിന്ന് ഇറക്കി ഇവന്മാരെ നായകൻ കടപ്പുറത്ത് തന്നെ അടിക്കും. അപ്പോഴാണ് കടൽ ഗുണ്ടകൾ അവരുടെ മാസ്റ്റർ ക്ലാസ് പ്ലാൻ പുറത്തെടുക്കുക. നല്ലോണം കൈമുറിഞ്ഞു. എക്സലന്റ് പ്ലാൻ. പക്ഷെ അടുത്ത ചൂണ്ടെറിയും മുമ്പ് ഇവന്മാര് വിശത്തി കുത്തിയിട്ടെറിയും. ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. അങ്ങനെ വിഷം കയറി മരിക്കാനായ നായകനെ കടൽ ഗുണ്ടകൾ പിടിച്ചിട്ട് കടലെറിയും. നീ കടൽ വെള്ളത്തിൽ വീണതുകൊണ്ട് മാത്രം വിഷം പടരാതെ അതിന്റെ വീര്യം കുറഞ്ഞു. വിഷം കൊടുത്ത് കടലിൽ നീട്ടിയെറിഞ്ഞു. കടലിൽ നിന്ന് വരുന്നു, വിശച്ചുകൊണ്ടെറിഞ്ഞ് നായകനെ കൊല്ലാനാക്കുന്നു. എന്നിട്ട് നായകനെ കടലിലിട്ട് രക്ഷിക്കുന്നു. എന്നിട്ട് തിരിച്ച് കടലിലേക്ക് തന്നെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ സിനിമയിലെ മെയിൻ വില്ലൻ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നതാണ്. എന്തിനാണെന്നറിയോ? ഇമ്മോർട്ടാലിറ്റി, അഥവാ മരിക്കാതിരിക്കാനുള്ള മരുന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ആ മരുന്നിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ സാധനം. ആഹാ, പണ്ടത്തെ കല്യാണ ആൽബങ്ങളിൽ കണ്ടുപറന്ന നല്ല അളിഞ്ഞ VFX. എന്നിട്ട് നായകൻ ഈ കുട്ടികൾക്ക് മരുന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വില്ലന്മാരുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് മരിക്കും. അതിനുശേഷം ഇതുവരെ നോർമൽ അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പടം എക്സ്ട്രീം അൾട്രാ അപരാധം. ഈ മരിച്ച ഭീമയുടെ പ്രേതം പോയിട്ട് കഥയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ് ഇങ്ങനെ അനിയനുണ്ടല്ലോ, അയാളുടെ ദേഹത്തേക്ക് കയറും. ആഹാ, പുള്ളിയുടെ പ്രേതം വരെ പോലീസ് യൂണിഫോമിലാണ് വന്നേക്കുന്നത്. നല്ല ഡെഡിക്കേഷനുള്ള പോലീസുകാരനായിരുന്നു. അപ്പോഴാണ് നമ്മൾ സിനിമയിലെ വില്ലന്റെ മെയിൻ സൂപ്പർ പവേഴ്സ് ഒക്കെ കാണുന്നത്. അങ്ങനെ വിയേഡായിട്ടുള്ള ഈ വട്ടമൊക്കെ ഉപയോഗിച്ചിട്ട് നായകന്റെ അനിയനെയും വില്ലൻ കൊല്ലുന്നുള്ള സ്ഥിതി വരും. പക്ഷെ നായകന്റെ അനിയനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ശിവൻ ജസ്റ്റ് പരശുരാമനിങ്ങ് വിടും. ഇതിന്റെ ഇടയിൽ ശിവനൊക്കെ എവിടുന്നൊന്നും ആർക്കറിയാം. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവന്മാര് ദൈവങ്ങളുടെ മൾട്ടിവേഴ്സ് തുടങ്ങിയിട്ടാണ്. എന്തായാലും പരശുരാമന്റെ രൂപം എടുത്ത നായകൻ ജസ്റ്റ് കുറച്ച് പ്രേതങ്ങളൊക്കെ കൂടെ വിളിച്ചിട്ട് പോയിട്ട് വില്ലനെ കൊല്ലും.
എനിക്കിതിൻ്റെ കഥ എഴുതിയ ആളോട് പറയാനുള്ളത് താങ്ക് യു ആണ്. കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഏത് അലമ്പ് കഥ വേണമെങ്കിലും എടുത്ത് സിനിമയാക്കാൻ പറ്റുന്നു. പിന്നെ എനിക്കിതിൻ്റെ പ്രൊഡ്യൂസറോട് പറയാനുള്ളത്